ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് വേൾഡ്. ഇന്ന് നമ്മൾ ന്യൂ ബീന നഴ്സറി ആൻഡ് ഗാർഡൻസിൻ്റെ പോളിയോസ് 2ൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേൺ കളക്ഷൻസ് ആണ്. ഒരുപാട് വെറൈറ്റി ഫേൺസ് നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ ഫേണിൻ്റെയും പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാത്തത് കൊണ്ട് എനിക്കായി പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതൊക്കെ ഫേണാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ കണ്ടാലോ? വെറൈറ്റീസ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ? പിന്നെന്താ, ഓക്കെ. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഫേൺസ് ഉണ്ട്. ഇത് ഗോൾഡൻ ഫേണാണ്. ഗോൾഡൻ ഫേൺ എന്ന് പറയുമ്പോൾ ലീഫ് ഫുള്ള് ഗോൾഡായിട്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും, ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വരുന്നൊരു ചെടിയാണ് ഗോൾഡൻ ഫേൺ. ഇതെന്ന് പറയുന്നത് കൂടുതലും ഒരു സെമി ഇൻഡോർ അങ്ങനത്തെ ഒരു ചെടിയാണ്. പിന്നെ ഇതൊരു ഇങ്ങനത്തെ ഒരു ഫാണ്. ഈ ഫാനിന് കുറച്ച് ലീഫിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയൊരു വേരിയേഷനും കൂടെ വരുന്ന ഒരു ഫാനാണ്. ഇതിനെ ബോസ്റ്റൺ ഫേൺ എന്നാണ് ഇതിനെ പറയുന്നത്, ഈ ഫാണ്. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫേണാണ് കോബ്ര ഫേണ്. കോബ്ര ഫേൺ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കോബ്രയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ ടൈപ്പിൻ്റെ ഒരു കോബ്ര ഫാനാണ്. ഇത് നമുക്ക് ഇൻഡോർ വളരെ നല്ല രീതിയിൽ വെക്കാൻ പറ്റിയ ഒരു ഫാനാണ് ഈ കോബ്ര ഫാന്. പിന്നെ അതുപോലെ ഇത് ബേൺ നെസ്റ്റ് ഫാനാണ്. ബേൺ നെസ്റ്റിൽ തന്നെ നമുക്ക് 2-3 ടൈപ്സിൽ ബേൺ നെസ്റ്റ് പറഞ്ഞുണ്ട്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഈ ബേൺ നെസ്റ്റിൻ്റെ ലീഫിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ ഒരുമാതിരി കട്ട് ചെയ്ത മാതിരി ഒരു കർവായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ലീഫാണ് ഈ ബേൺ നെസ്റ്റ് എന്ന് പറയുമ്പോൾ. അതോടൊപ്പം തന്നെ ഇതിനെ നമ്മൾ ബേൺ നെസ്റ്റ് തന്നെയാണ് പറയണത്. ഈ ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കുറച്ച് കൂർത്തലായിട്ടുള്ള ലീഫ് ഇങ്ങനെ വരും. നല്ല എന്താ പറയുക, ഇതും ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫാൻ തന്നെയാണ്. അതുപോലെ ഈ ഫാന് ഇത് കുറച്ച് നീണ്ട ലീഫ്, ബേൺ നെസ്റ്റ് തന്നെയാണ്, കുറച്ചും കൂടെ നീണ്ട ലീഫിൽ വരുന്ന ഒരു ഫാനാണ് ഈ ഫാനം. അതുപോലെ നമ്മുടെ നഴ്സറിയിലുള്ളതിൽ വെച്ചിട്ട് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫാനാണ് ഈ ഫാൻ. ഇത് കോബ്ര ഫാനാണ്. നോർമലി നമ്മൾ കാണുന്ന കോബ്ര ഫാൻ എന്ന് പറയുമ്പോൾ ഇത്രയും ലീഫിനൊന്നും നീളമില്ല. ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ വളരെ ഏകദേശം ഒരു 2 ഫീറ്റ് 2.5 ലെങ്ത് വരുന്ന വളരെ നീളം കൂടിയ ലീഫാണ് ഈ കോബ്ര ഫാൻ എന്ന് പറഞ്ഞാൽ. ഒരു എന്താ പറയുക, ഒരു എക്സോട്ടിക് പ്ലാന്റ് ആണ്, ന്യൂ വെറൈറ്റീസാണ്, റെയർ ആയിട്ടുള്ള ഒരു ഫാനാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നീളം കൂടിയ ലീഫിൻ്റെയാണ്. അപ്പോൾ ഇതാണ് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇത്രയും കോബ്ര ഫാനിന് നോർമലി നമ്മൾ ഇത്രയും നീളം ഒരിടവും കണ്ടിട്ടുണ്ടാവില്ല. ഏകദേശം ഇത് തന്നെ 1 മീറ്ററോളം നീളം വരുന്ന ഒരു ലീഫാണ് കോബ്ര ഫാനിൻ്റെ. ഇതൊരു റെയർ വെറൈറ്റിയാണ്. കോമൺലി ഒരു നഴ്സറികളിലും അങ്ങനെ ഉണ്ടാവാറില്ല. റെയർ കളക്ഷൻ ഉള്ളവരെടുക്കൽ മാത്രമേ ഇങ്ങനത്തെ ഒരു വെറൈറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. അതുപോലെ ബേൺ നെസ്റ്റിൻ്റെ ഇതാണ് നമ്മളെ പഴയ കാലത്തെ നമ്മൾ കണ്ടുവരുന്ന ഒരു ബേൺ നെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫാനാണ്. എല്ലായിടവും നമ്മൾ കാണുന്നൊരു ഫാനാണ് ഈ ഫാൻ. ഇതൊക്കെ ജൈൻറ്റ് സൈസുകളാണ്. പിന്നെ അതുപോലത്തെ മറ്റൊരു ഫാനാണ്. ഇത് വളരെ കോമൺലി എല്ലായിടും ഉള്ളതാണ്, ട്വിസ്റ്റഡ് ഫാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കോമൺലി ഒരു ട്വിസ്റ്റഡ്, ഇത് വേറെ പേരുണ്ട്, ഇതിൻ്റെ കോമൺ നെയിമായിട്ട് നമ്മൾ പറയുന്നത് ട്വിസ്റ്റഡ് ഫാനാണ്. ഇതൊക്കെ വളരെ ഷെയ്ഡിൽ വെക്കേണ്ട ചെടിയാണ്. ഇപ്പോൾ ചെറിയ ചൂട് കൂടിയത് കാരണം ലീഫ് കുറച്ച് സ്ക്രോച്ചായി. വളരെ ഫുൾ ഇൻഡോറായിട്ട് ഇരിക്കാവുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഇതും മറ്റൊരു ബേൺ നെസ്റ്റിൽ പറഞ്ഞ ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഫാനും. അത്യാവശ്യം ഇതൊരു സൈസൊക്കെ ആവണമെങ്കിൽ നല്ല ഇത്രയും ലോങ് ആയിട്ടുള്ള വളരെ കട്ടി കൂടിയ ഇത്രയും കട്ടിയായിട്ടുള്ള ലീഫാണ്. ഒരു ബേൺ നെസ്റ്റിൽ ഈ ഒരു ചെടി ഇത്രയും സൈസ് നമ്മൾ ഏകദേശം ഒരു 3-4 ഇയേഴ്സ് വെച്ചിട്ട് ഇവിടെ ഇട്ട് വളർത്തുന്നൊരു ചെടിയാണത്. അതുപോലെ നെസ്റ്റിൻ്റെ കുഞ്ഞൊരു സൈസ് ഇതാണ്. ഇപ്പോൾ നമുക്ക് എല്ലായിടം നഴ്സറികളിലൊക്കെ കൂടുതലും അവൈലബിൾ ആവുന്ന ഒരു സൈസ് ഇതാണ്. വളരെ വിലക്കുറവാണ്. നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഇൻഡോർ പ്ലേസുകളിലും അതുപോലെ ഗാർഡനുകളിലും നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഫേൺ വെറൈറ്റിയാണ്. നല്ല ഗ്രീനായിട്ട് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു ചെടിയാണ് ഈ ഫേൺ ബേൺ നെസ്റ്റ്.
തീർന്നില്ല നമ്മുടെ കളക്ഷൻസ്. നമുക്ക് ഔട്ട്ഡോർ ഫേൺസും ഔട്ട്ഡോറിലെ ഫേൺ കളക്ഷൻസും ഉണ്ട്. അത് ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.